ചില ജീവിതകഥകളുണ്ട് ചരിത്രത്തില്, കാലം എത്ര കഴിഞ്ഞാലും മായാതെ നിൽക്കുന്നവ. അങ്ങനെയൊരാളാണ് ഇമാം അലി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വസിയത്തിൽ ഇസ്ലാമിക ലോകത്തിന്റെ ആദ്യത്തെ ഇമാമായിട്ട് തെരഞ്ഞെടുത്തത് അദ്ദേഹത്തെയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വിസ്മയിപ്പിക്കുന്ന ജീവിതയാത്രയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? അപ്പുദാ ഈ വാക്കുകളിലാണ് എല്ലാം തുടങ്ങുന്നത്. ഇതൊരു വെറും പ്രഖ്യാപനമല്ല കേട്ടോ, പ്രവാചകന്റെ അന്തിമ അഭിലാഷത്തിൽ നിന്ന് നേരിട്ട് വരുന്ന വാക്കുകളാണ്. ഇതിലൂടെ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇമാം അലിക്ക് എത്ര വലിയൊരു സ്ഥാനവും ഉത്തരവാദിത്വവുമാണ് നൽകപ്പെട്ടതെന്ന്. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു അത്. അപ്പോ നമുക്ക് ഈ യാത്രയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇത് തുടങ്ങുന്നത് പ്രവാചകന്റെ വിയോഗം നടന്ന ആ രാത്രിയിലാണ്. ശരിക്കും ഒരു നിർണായക നിമിഷം. ചരിത്രരേഖകളൊക്കെ പറയുന്നത് ആ സമയത്ത് സമുദായത്തിന്റെ ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം പ്രവാചകൻ നൽകിയിരുന്നു എന്നാണ്. അവിടെ വെച്ചാണ് ഇമാം അലിയുടെ നിയമനം ഔദ്യോഗികമായിട്ട് ഉറപ്പിക്കുന്നത്. അപ്പോ എന്താണ് ഈ ഖലീഫ എന്ന് പറഞ്ഞാല്? അതൊരു വെറും സ്ഥാനപ്പേരല്ല. പ്രവാചകന്റെ പിൻഗാമി. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കണം, ഒപ്പം ഒരു സമുദായത്തെ മുഴുവനായിട്ട് നയിക്കണം. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോ പ്രവാചകന്റെ പൈതൃകം മുഴുവനായി സംരക്ഷിക്കുക എന്ന ആ ഒരു ഭാരം അത് ഇമാം അലിയുടെ ചുമലിലായി. ഈ പിന്തുടർച്ച എങ്ങനെയായിരുന്നെന്ന് നോക്കിയേ. പ്രവാചകന്റെ വസിയത്തിൽ പറഞ്ഞ ആ ശൃംഖല തുടങ്ങുന്നത് ഇമാം അലിയിലാണ്, ഒന്നാം ഇമാം. പിന്നെ വരുന്നത് അദ്ദേഹത്തിന്റെ മക്കളായ ഇമാം ഹസനും ഇമാം ഹുസൈനുമാണ്. അങ്ങനെ അത് മുന്നോട്ടു പോവുകയാണ്. ഓരോരുത്തരും അതിലെ ഓരോ പ്രധാന കണ്ണികൾ. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ചു പുറകോട്ടു പോകാം. അദ്ദേഹം എങ്ങനെ ഇമാമായിന്ന് നമ്മൾ കണ്ടു. ഇനി അദ്ദേഹത്തിന്റെ ജനനത്തിലേക്ക് പോകാം. കാരണം ഇമാം അലിയുടെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു അത്ഭുതത്തോടെയാണ് ശരിക്കും പറഞ്ഞാല്. ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. ചരിത്രത്തിൽ വേറെ ആർക്കും കിട്ടാത്തൊരു ബഹുമതിയാണിത്. അദ്ദേഹത്തിന്റെ അമ്മ ഫാത്തിമ ബിന്ത് അസദ് പ്രാർത്ഥിക്കാൻ വേണ്ടി കാബയുടെ അടുത്തേക്ക് വന്നപ്പോ അതിന്റെ ചുമരുകൾ അവർക്കുവേണ്ടി തുറന്നുകൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ആ വിശുദ്ധ മന്ദിരത്തിന്റെ ഉള്ളിൽ വെച്ചാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ ജനനം മുതൽക്കേ അദ്ദേഹം എത്രമാത്രം സ്പെഷ്യൽ ആയിരുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവായിരുന്നു അത്. പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതിന് ഭയങ്കര ആഴമുണ്ട്. അതായത് അലിയുടെ അറിവ് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയതല്ല, വിജ്ഞാനത്തിന്റെ ഉറവിടം തന്നെയായ പ്രവാചകന്റെ കൂടെ ജീവിച്ചാണ് അദ്ദേഹം എല്ലാം പഠിച്ചത്. അങ്ങനെ പ്രവാചകന്റെ കൂടെ വളർന്ന കുട്ടിക്കാലം അദ്ദേഹത്തെ ആ വിജ്ഞാന നഗരത്തിലേക്കുള്ള കവാടമാക്കി മാറ്റി, അല്ലേ? അറിവൊരു വശത്ത്, മറുവശത്തോ അപാരമായ ധൈര്യം. അദ്ദേഹത്തിന് അസദുല്ലാഹ്, അതായത് അള്ളാഹുവിന്റെ സിംഹം എന്നൊരു പേരുണ്ടായിരുന്നു. അത് വെറുതെ കിട്ടിയതല്ല. അദ്ദേഹത്തിന്റെ ധീരതയും കൂറും കാരണം ഒരുപാട് യുദ്ധങ്ങളിൽ ഇസ്ലാം ജയിച്ചിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം, എന്താണ് വിശ്വസ്തതയുടെ ഏറ്റവും വലിയ പരീക്ഷണം? നമ്മൾ എപ്പോഴാണ് ഒരാളുടെ കൂറ് ശരിക്കും അളക്കുക? സ്വന്തം ജീവൻ തന്നെ പണയം വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലേ? ഹിജ്റയുടെ ആ രാത്രി ഒന്ന് ഓർത്തു നോക്കൂ. പ്രവാചകനെ കൊല്ലാനായിട്ട് ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകനെ രക്ഷിക്കാൻ വേണ്ടി കൊലയാളികളെ കബളിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കിടക്കയിൽ ആരാണ് കിടന്നതെന്നറിയാമോ? അത് അലിയായിരുന്നു. മരണം ഏതു നിമിഷവും സംഭവിക്കാമെന്നറിഞ്ഞുകൊണ്ടുള്ള ആ കിടപ്പ്, അത് ചരിത്രത്തിലെ തന്നെ വിശ്വസ്തതയുടെ ഏറ്റവും വലിയൊരേടാണ്. അലിയുടെ ആ ത്യാഗത്തിന് ഒരു ദൈവികമായ അംഗീകാരം തന്നെ കിട്ടി. അദ്ദേഹത്തിന്റെ ഈയൊരു പ്രവൃത്തിയെ പുകഴ്ത്തിക്കൊണ്ട് ഖുറാനിലെ ഈയൊരു വചനം ഇറങ്ങി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, സ്വന്തം ജീവനേക്കാൾ എത്രയോ വലുതായിരുന്നു അദ്ദേഹത്തിന് തന്റെ നേതാവും ദൗത്യവും. ഇനി നമുക്ക് നേരെ ഖൈബറിലെ യുദ്ധക്കളത്തിലേക്ക് പോകാം. അവിടെ ഒരു വലിയ കോട്ടയ്ക്കു മുന്നിൽ മുസ്ലിം സൈന്യം നിസ്സഹായരായി നിൽക്കുകയാണ്. ഒന്നാം ദിവസം ശ്രമിച്ചു, പരാജയപ്പെട്ടു. രണ്ടാം ദിവസവും ശ്രമിച്ചു, അതും പരാജയപ്പെട്ടു. സൈന്യത്തിന്റെ ആത്മവിശ്വാസമൊക്കെ പോയി തുടങ്ങിയ ഒരു സമയമായിരുന്നു അത്. ആ ഒരു നിരാശയുടെ ഇടയ്ക്കാണ് പ്രവാചകന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. നാളെ ഈ പതാക ഞാൻ ഒരാൾക്ക് നൽകും, വെറും ഒരാൾക്കല്ല, അള്ളാഹുവിനും അവന്റെ ദൂതനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾക്ക്. വിജയം നേടാതെ അയാൾ തിരിച്ചുവരില്ല. എല്ലാവരും ടെൻഷനോടെ കാത്തിരിക്കുകയാണ്, ആരായിരിക്കും ആ ആളെന്നറിയാൻ. പിറ്റേന്ന് രാവിലെ പ്രവാചകൻ ആ പതാക കൊടുത്തത് ആർക്കായിരുന്നു? ഇമാം അലിക്ക്. അപ്പോ യുദ്ധകളത്തിൽ അദ്ദേഹം ഒരു സിംഹമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി അതായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? അഗാധമായ അറിവും അതിനേക്കാൾ വലിയ വിനയവും. ഇത് രണ്ടുമാണ് അദ്ദേഹത്തെ ശരിക്കും വേറിട്ട് നിർത്തിയത്. ഈ ഒരു താരതമ്യം നോക്കേ. ഇത് കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. ഒരു സൈഡിൽ അദ്ദേഹം വിശ്വാസികളുടെ നേതാവ്, അമീറുൽ മുഅ്മിനീൻ. മറുവശത്തോ സ്വന്തം ചെരുപ്പ് സ്വയം തുന്നുന്നു, വസ്ത്രമലക്കുന്നു. ഒരു സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളെങ്ങനെ ജീവിക്കുമോ അതുപോലെ ജീവിച്ചു.
അധികാരം അദ്ദേഹത്തെ ആളുകളിൽ നിന്ന് ഒട്ടും അകറ്റിയില്ല. നേരെ മറിച്ച് അവരിലൊരാളായി ജീവിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം ഈ ലോകത്തിന് നൽകിപ്പോയ അറിവിന്റെ സംഭാവനകൾ എത്ര വലുതാണെന്നോ. വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ പുസ്തകരൂപത്തിലാക്കുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രധാന പങ്കുണ്ട്. അറബി ഭാഷയുടെ ഗ്രാമർ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണ്. അന്നത്തെ മറ്റു നേതാക്കൾക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്ത നിയമപ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കണ്ടു. പോരാത്തതിന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളോ അതൊക്കെ ഇന്നും സാഹിത്യത്തിലെ മാസ്റ്റർപീസുകളാണ്. അപ്പോ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ നേതൃത്വം എങ്ങനെ പൂർത്തിയായി, ആ വേദനാജനകമായ അന്ത്യം, പിന്നെ കാലം മായ്ക്കാത്ത ആ പൈതൃകം, ഇതെല്ലാമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഗദീർ കും എന്ന സ്ഥലം, ഹജ്ജ് കഴിഞ്ഞു മടങ്ങിവരുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവരുടെയെല്ലാം മുന്നിൽ വെച്ച് പ്രവാചകനൊരു സുപ്രധാന പ്രഖ്യാപനം നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരുടെയെല്ലാം നേതാവാണോ, ഈ അലിയും അവരുടെ നേതാവാണ്. അതായത് മൻ കുന്തു മൗല ഫഹാദ അലിയുൻ മൗല. തന്റെ എല്ലാ അധികാരങ്ങളും നേതൃത്വവും അലിക്ക് കൈമാറുകയാണെന്ന് ലോകത്തോട് തുറന്നു പറഞ്ഞ ആ ഒരു നിമിഷം. അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. റമളാൻ മാസത്തിലെ ഒരു പ്രഭാതം. കൂഫയിലെ പള്ളിയിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. പ്രാർത്ഥനയുടെ ഭാഗമായി അദ്ദേഹം സുജൂദിലേക്ക്, അതായത് സാഷ്ടാംഗം ചെയ്യാൻ കുനിഞ്ഞ സമയത്ത് പിന്നിൽ നിന്ന് ഒരാൾ വിഷം പുരട്ടിയ വാളുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ചു. ഒന്നോർക്കണം, പ്രാർത്ഥനയുടെ ഏറ്റവും വിനയത്തോടെയുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്. 2 ദിവസത്തിനു ശേഷം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം മരിച്ചതിനു ശേഷവും ശത്രുക്കൾക്ക് പക അടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആരും അധിക്ഷേപിക്കാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മക്കളായ ഹസനും ഹുസൈനും രാത്രിക്ക് രാത്രി അതീവ രഹസ്യമായിട്ടാണ് അദ്ദേഹത്തെ ഖബറടക്കിയത്. ആ സ്ഥലം എവിടെയാണെന്ന് വർഷങ്ങളോളം ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ആരും കാണാതെ ഒളിപ്പിച്ചുവെച്ച ഒരു ഖബർ ഒരു ലോകപ്രശസ്തമായ സ്മാരകമായി മാറുന്നത്? കാരണം വർഷങ്ങൾക്ക് ശേഷം ഇറാഖിലെ നജഫിൽ ആ സ്ഥലം കണ്ടെത്തി. അന്ന് രഹസ്യമാക്കി വെച്ച ആ ഇടം ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ ശരീരം മറച്ചുവെക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ആശയങ്ങളും ആ വെളിച്ചവും, അത് മറയ്ക്കാൻ ആർക്കും ഒരിക്കലും കഴിഞ്ഞില്ല. അതിന്നും ലോകത്തിന് വഴികാട്ടുന്നു.